Lord, praise the Lord, praise the Lord, praise the Lord. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് എന്ന സബ്ജക്റ്റിന്റെ 3-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസിനെ വളർത്തിയെടുക്കണം. രാജകൽപ്പന മന്ത്രവാദികളെയും ശകനവാദികളെയും കൊല്ലാനായിട്ട് രാജകൽപ്പന പുറപ്പെട്ടപ്പോൾ ദാനിയേലിനെയും ശദ്രക് മേശക് അബേദ്നെഗോവിനെയും കൊല്ലുവാനായിട്ട് അവർ തീരുമാനിച്ചപ്പോൾ അവർ ചെയ്യുന്നത് എന്താ? മുഴങ്കാൽ മടക്കി അവർ പ്രാർത്ഥനാ നിരതരായി. ദൈവമേ, ഞങ്ങൾ ഇതാ, പ്രാർത്ഥന എന്ന് അവിടെ എഴുതിയിട്ടില്ല, എന്തൊരു ഭാവനയാ. ദൈവമേ, ഞങ്ങൾ ഇതാ നിരപരാധികളായി ഞങ്ങളെ കൊല്ലാൻ പോവുകയാണ്. ഈ വെളിവുകെട്ട രാജാവ് കണ്ട സ്വപ്നത്തിന്റെ ആ സ്വപ്നവും അതിന്റെ അർത്ഥവും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അവർ പ്രാർത്ഥിച്ചു. യഹൂദൻ, ദാനിയേലും ശദ്രക് മേശക് അബേദ്നെഗോ, യഹൂദൻ ജയിക്കുന്നവൻ എന്നൊക്കെ അവന്റെ പേരിന്റെ അർത്ഥം. ജയക്കൊടി. യഹൂദൻ മുമ്പേ പോകട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജയിക്കുന്നവൻ മുമ്പേ പോകട്ടെ എന്നാ. പലസ്തീൻ വിഷയത്തില് യഹൂദൻ ജയിച്ചോ ഇല്ലയോ? കണ്ടില്ലേ നമ്മള്? പലസ്തീൻ കുട്ടിച്ചോറായില്ലേ? ഗാസ നിർജ്ജനമായില്ലേ? ഈ ഭീകരന്മാരുടെ നേതാവ് മുഴുവൻ തകർന്നില്ലേ? എത്ര എണ്ണത്തിനെ അവർ കൊന്നു തള്ളിയത്. ജയിക്കുന്നതിന് മുൻപിൽ തോറ്റ് തൊപ്പിടുന്നവന് നിൽക്കാൻ പറ്റത്തില്ല, പരാജയപ്പെട്ടു പോകും. ഇന്ന് നമ്മളത് കാണുക, നമ്മുടെ കൺമുമ്പിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക യഹൂദന്റെ വിജയം. അതെ, അവർ കുത്തിയങ്കിലേക്ക് നോക്കുന്ന ഇസ്രയേൽ പർവ്വതനിരകളിൽ ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ പാർസികൾ, ഇറാൻ, ടർക്കി, തുർക്കി ഇവരെല്ലാവരും കൂടി ഒരു സമൂഹം ഇസ്രയേൽ പർവ്വത നിരകളിൽ വന്ന് അവരെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുന്ന രംഗമുണ്ട്. അവർ 3-2 നശിച്ചു പോകും. ശരി, എന്തിനാണത്? അവർ കുത്തിയെങ്കിലേക്ക് നോക്കാൻ. അപ്പോഴാണ് അവർ തോൽവി സമ്മതിക്കുന്നത്. എന്നാൽ അവരുടെ ആ തോൽവി, ഇവരെ തോൽപ്പിച്ച ഒരെണ്ണം, അതാ എന്റെ പ്രസംഗം, ആ ഇസ്രയേൽ പർവ്വത നിരകളിൽ നിന്ന് പുറത്തേക്ക് പോകത്തില്ല. എല്ലാവരെയും ദൈവം അവിടെ കശാപ്പ് ചെയ്തിടും. നിങ്ങൾ ആ എഗേസ്കൽപ്പറിന്റെ പുസ്തകം 38-39 അധ്യായം ഒന്ന് കുറിച്ചിട്ട് വായിച്ചു പഠിച്ചോ. അത് പറയാൻ എനിക്ക് നേരമില്ല, സമയമില്ല, എന്റെ വിഷയം എനിക്ക് തീർക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിഷയം വരുമ്പോൾ നെട്ടോട്ടം ഓടുകയല്ല ചെയ്യേണ്ടത്. സാമ്പത്തിക ഞെരുക്കം വരുമ്പോ അവിടെ എവിടെയും പോയി ചോദിച്ചു മേടിക്കുകയല്ല ചെയ്യേണ്ടത്. നീ മുഴങ്കാൽ മടക്ക്, ദൈവസനിൽ മുഴങ്കാൽ മടക്ക. ഞാൻ ഇന്ന വിഷയത്തിൽ മുമ്പിൽ ഭാരപ്പെടുന്നു, എനിക്ക് മറുപടി തരണം. ഇവിടുത്തെ വിഷയം പൊട്ടടിക്കുന്ന കാര്യമല്ല, തല പോകുന്ന കാര്യമാണ്. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. ദൈവം ദാനിയേലിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തി. എത്ര മനോഹരമായൊരു പഠനമാണ്. ഇനി ആ സ്വപ്നത്തിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ വരാൻ പോവുക. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിച്ചോണേ. അപ്പോ 24-ാം വാക്യം ഞാൻ വായിക്കുന്നു. ദാനിയേൽ ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കാൻ രാജാവ് നിയോഗിച്ചിരുന്ന അരിയോക്കിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുത്, എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോകണം, ഞാൻ രാജാവിന്റെ മുൻപാകെ അർത്ഥം ബോധിപ്പിക്കാം എന്ന് പറഞ്ഞു. ഉടനെ അവനെ അവിടെ കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞ് 27-ാം വാക്യത്തിൽ രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരന്മാർക്കും മന്ത്രവാദികൾക്കും ശകനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അരിയോക്ക് പറയാണ്, ഉണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. 31-ാം വാക്യം, രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം. എല്ലാ കാര്യങ്ങളും ഞാൻ വിടുന്നില്ല. ഈ 2-ാം അധ്യായം നന്നായിട്ട് വായിച്ചു പഠിച്ച് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. എല്ലാം പറയാൻ സമയമില്ല. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം. 31 വായിച്ചായിട്ട് പറഞ്ഞേ. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം
തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ആമേൻ. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. തിരുമനസ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും താങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമിയിലൊക്കെയും നിറഞ്ഞു. അപ്പൊ ഈ കല്ല് ഈ ഭൂമിയിൽ ആവിർഭവിച്ച ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ്, റോം 4 സുപ്രധാന ഭരണ സംവിധാനങ്ങൾ, രാജാക്കന്മാരുടെ ഒരു വലിയ നിര ഈ ലോകം ഭരിച്ചു. ഈ ലോകത്തിന്റെ സകല ഭരണ സംവിധാനങ്ങളും ശ്രദ്ധിച്ചു കേൾക്കണേ, തകർത്ത് തരിപ്പണമാക്കി ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തെ 1000 ആണ്ട് വാഴുമെന്നാണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം. ഇവിടെ പിണറായി ഭരണവും ഉമ്മൻചാണ്ടി ഭരണവും ഒരു ഭരണവും നിലനിൽക്കാൻ പോകുന്നില്ല. തൂത്തുവാരി ദൂരക്കളയും എല്ലാത്തിനെയും. ദൈവത്തിന് മുൻപാകെ രാജാവെന്നോ തന്ത്രിയെന്നോ മന്ത്രിയെന്നോ ഇല്ല. ഗുണം പിടിക്കാത്തവരെ എല്ലാം തൂത്തുവാരി തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിട്ട് യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കും. മാവേലി നാടു വാണിലും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം. ബാക്കി എന്താ സൗര എന്നറിയത്തില്ല, എനിക്ക് മറന്നു. ഇത് പണ്ടൊക്കെ എനിക്കറിയാമായിരുന്നു. ഇവിടെ മാവേലി എന്ന് പറഞ്ഞ രാജാവ് വന്ന് വാണ്. ഇവിടെ എല്ലാവരും എല്ലാം കെട്ടുകഥയാണ്, ചുമ്മാ ചുറ്റുകഥയാണ്, വേറും പൊട്ടത്തരമാണ്. അതുപോലെ ഒരു കാലം വരാൻ പോണെന്നാ പറയുന്നത്. അല്ല, ഞങ്ങൾ പറയുന്നത് വരാൻ പോകും. കൈയുടെ യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ പോകുക. മാവേലി ഭരിച്ച പോലെയല്ല ഭരിക്കാൻ പോകുന്നത്. സർവ്വജാതി മതസ്ഥരെയും അതിൽ സർവ്വജാതി മതസ്ഥരിൽ നിന്നും ഭാഷയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും കറുത്തവനും വെളുത്തവനും പണ്ഡിതനും പാവനും കുചേലനും കുബരനും ഏത് രാജ്യക്കാരനെന്നോ ഏത് മതക്കാരനെന്നോ ഇല്ലാതെ എല്ലാ ജാതി മതസ്ഥരിൽ നിന്നും എല്ലാ ഭാഷാവംശങ്ങളിൽ നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവിന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ആത്മനിറവിൽ ജീവിക്കുകയും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ആ കൃപാവരങ്ങളാൽ നിറയപ്പെട്ട് ആത്മഫലത്താലും ബലത്താലും നിറയപ്പെട്ട് പുതിയ നിയമ സഭയായ ദൈവമക്കൾ അവരെ ഭരിക്കാൻ കർത്താവ് വരാൻ പോകും. കർത്താവ് വരുമ്പോൾ ഈ ലോകത്തുള്ള ഭരണ സംവിധാനങ്ങളെ മുഴുവൻ തച്ചുടയ്ക്കുമെന്നാണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? കാലിപ്രവൻ എന്താണെന്നറിയാന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല. ഇപ്പൊ മനസ്സിലായോ? ചിരിയെങ്കിലും നമ്മുടെ കാര്യമല്ലേ ഈ പറയണ. ഇവിടെ യേശുക്രിസ്തുവിന്റെ ഭരണം 1000 ആണ്ട് വാഴ്ചയുണ്ടെന്നുള്ള നമുക്ക് വേണ്ടിയുള്ള ഭരണമല്ലേ? അതുകൊണ്ടല്ലേ ഇതെന്നെടുത്ത് പ്രസംഗിച്ചത്. അല്ലെങ്കിൽ വേറെ വല്ല വിഷയമാണ് എനിക്ക് പറയേണ്ട കാര്യമുണ്ടോ? എന്നെ സന്തോഷിപ്പിക്കുന്ന വിഷയമാണിത്. എനിക്ക് വേണ്ടിയും ശ്രീനിവാസ സഹോദരന് വേണ്ടിയും ഒരു രാജഭരണം കർത്താവ് നടത്താൻ പോകുന്നു. അതിൻ്റെ ഉള്ളിൽ ഞാനും നിങ്ങളും ഉണ്ടെന്നുള്ളതാ സന്തോഷം. കൊടുകൈ കൊടുകൈ. നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ഞെരുക്കങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതികൂലങ്ങൾ എല്ലാം മാറിയിട്ട് കഷ്ടതയില്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു ആത്മജീവിതം, ആത്മശരീരത്തിലുള്ള ഒരു ജീവിതം ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോടുകൂടെ ഈ ഭൂമിയിൽ വാഴുന്ന അവസ്ഥ. ജാതികളെ ഞാനും നിങ്ങളും ഭരിക്കും. ദൂതന്മാരെ നമ്മൾ ഭരിക്കും. ഇസ്രായേൽ ഗോത്രം 12 അവർ ഭരിക്കും. യേശു ക്രിസ്തു രാജാവായിട്ട് ഭരിക്കും. രാജാവിനോടൊപ്പം നമ്മളും വാഴും. അതാണ് ഏറ്റവും പ്രത്യാശ.
ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും, ഞാൻ ശരീരത്തിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ വിശ്രാമ സ്ഥലത്തേക്ക് പോകും, അല്ല മരിക്കുന്നതിന് മുമ്പ് കർത്താവ് വന്നാൽ ഞാൻ രൂപാന്തരപ്പെട്ട് കർത്താവിനോടൊപ്പം ചേരും, ദൈവജനത്തോട് ചേരും. 7 വർഷം സ്വർഗത്തിലായിരിക്കും. അവിടുന്ന് 7 വർഷം കഴിഞ്ഞ് ഈ ഭൂമിയെ ഭരിക്കാൻ പുതിയ നിയമ പഴയ നിയമ സഭയും യേശു ക്രിസ്തുവുമായിട്ട് ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് അന്നുകൊണ്ട് അതിനെ കുറിച്ചും പറയാം. ഒലിവുമലയില് റിസോർട്ട് പണിയാൻ വേണ്ടി, സുഖിക്കാൻ വേണ്ടിയുള്ള കെട്ടിടം പണിയാൻ വേണ്ടി ഏതോ വലിയ ബിഗ് പ്രൊജക്റ്റ് ആര് പരിപാടി ആസൂത്രണം ചെയ്ത് മണ്ണ് പരിശോധന നടത്തിയപ്പോ ഒലിവുമലയിൽ ഒരു മുഴക്കം കേൾക്കാം. ഒലിവുമല രണ്ടായിട്ട് ഇങ്ങനെ വിണ്ടു കീറി വരുന്നു. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ കാര്യമാണ്, പിണറായി പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇവിടെ യുദ്ധം നിർത്താൻ വേണ്ടി പിണറായി ഇസ്രായേൽ അടിയന്തരമായി യുദ്ധം നിർത്തണം. അപ്പൊ ഒരാളെടുത്ത് ട്രോളടിച്ച് എനിക്ക് കേട്ടിട്ട് ചിരി വന്നു പോയി. പിണറായി പറഞ്ഞത് പുള്ളി കേട്ടില്ല, കേട്ട അപ്പം നിർത്തിയെന്നെ. എന്തോ ഒരു പോഷത്വമാണ്. പിണറായി അല്ല, ട്രംപ് പറഞ്ഞവൻ കേൾക്കത്തില്ല, അതുപോലെ അയാൾക്കടെ നിൽപ്പിപ്പോഴത്തെ അല്ലേ? അവരുടെ ആൾക്കാരെ കൊന്നൊടുക്കിയപ്പോൾ അവർക്കുള്ള രോഷം അത്ര വലുതാ. കഥയറിയാതെ ഇവിടെ നാട്ടം കാണുകയാണ് ഈ മന്ദബുദ്ധികളെന്ന് പറയുന്നതിൽ തെറ്റില്ല. സ്വത്രം പറയേണ്ടത് ആരോടെന്നും എന്താ പറയേണ്ടതെന്നും തിരിച്ചറിവില്ലെങ്കിൽ, ഞാൻ സാധാരണ എൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിക്കാറുണ്ട്, എന്ത് പ്രസംഗിക്കണമെന്ന് അറിയില്ലെങ്കിൽ എന്തും പ്രസംഗിച്ചു കൂട്ടും, എന്ത് പറയണമെന്ന് അറിയില്ലെങ്കിൽ എന്തും വിളിച്ചു പറയും. അതാ ഇന്ന് ആത്മീയകുളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോഷത്വങ്ങളും വിഡ്ഢിത്തങ്ങളും അർത്ഥമില്ലാത്ത കാര്യങ്ങളും. നമ്മൾ അതല്ല ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഈ രാജ്യത്തെ ഭരിക്കാൻ യേശുക്രിസ്തു വരുന്നു. അത് കൈതൊള്ളാതെ പറഞ്ഞു വരുന്ന കല്ലാണ് യേശുക്രിസ്തു. ലോകത്തിലെ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി ഈ കല്ല് എല്ലാത്തിനെയും പൊടിച്ചു കളഞ്ഞിട്ട് ഭൂമി മുഴുവൻ ആ പൊടി കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പ്രവചനത്തിന്റെ അർത്ഥം ഇതാണ്: യേശുക്രിസ്തുവിന്റെ ഭരണം ഭൂമി മുഴുവനായി തീർന്നു എന്നാണ്. ഓ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 സ്തോത്രം. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ നിരാശപ്പെടുന്നത്? നമ്മൾ എന്തിനു നിരാശപ്പെടുന്നു സഹോദര? നേരെ ജീവിച്ച് കർത്താവിന്റെ വരെ പോയാൽ നമുക്ക് സന്തോഷിക്കാനേ വകയുള്ളൂ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് കർത്താവിനെ ആരാധിക്കാനുള്ള സമയമായി. യെശയ്യാ പ്രവാചകന്റെ ഭാഷ പറഞ്ഞാൽ എന്താ യെശയ്യാ പ്രവാചകൻ പറയുന്നത്? നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചിന്റെ കൈയും വെള്ളി കൊണ്ടും വയറുവരെയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽപാതി ഇരുമ്പും കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തിലെ കളത്തിലെ പതിര് പോലെ ആയി തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി ഭൂമിയിലൊക്കെയും നിറഞ്ഞു. അതിന്റെ ധൂളികൾ, അതിന്റെ പൊടികൾ ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞു. പൊരുളിതാണ്: യേശുക്രിസ്തുവിന്റെ ഭരണം ഇന്ന് കാണുന്ന ഈ ഭൂമിയെ മുഴുവൻ 190 രാഷ്ട്രങ്ങളോ 200 രാഷ്ട്രങ്ങളോ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ഗൂഗിളിൽ തപ്പിയാൽ ശരിക്ക് കിട്ടും. 190 ആണെന്ന് ചിലർ പറയുന്നു, ചിലർ പറയുന്നത് കുറച്ചുകൂടി കൂടുതലുണ്ട്. എന്തും ആയിക്കോട്ടെ, 200 ആയിക്കോട്ടെ, 300 ആയിക്കോട്ടെ, എല്ലാ രാഷ്ട്രങ്ങളെയും ഭരിക്കാൻ ഒരു ഭരണകർത്താവ് വരുന്നു, യേശുക്രിസ്തു. ഇത് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വേറൊരു വെളിപ്പെടുത്തൽ പറയാൻ ദൈവാത്മാവിൻ്റെ ഉള്ളിൽ പറയാൻ ഇതെന്താണ്? അത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപ് സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ദുഷ്ടപിശാച് ഈ ഭൂമിയെ ഭരിക്കാൻ സ്വേച്ഛാധിപതിയായി വരുന്നു. അവന്റെ പേരാണ് ആന്റി ക്രൈസ്റ്റ്. ഏത് ക്രിസ്തു? മനസ്സിലായി?
യേശുക്രിസ്തു ഭരിക്കാൻ വരുമ്പോ സഭ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഇനി യേശുക്രിസ്തുവിന്റെ പടയാളികളായി നമ്മുടെ പാസ്റ്റർമാർ പലരും തീർന്നിരിക്കുക. അവര് പറയണത് മഹോദരകാലം യേശുക്രിസ്തു വന്ന് ഭരിക്കുമ്പോൾ നമ്മൾ സഭ ഇവിടെ കാണും. നിങ്ങൾ എവിടെ കടന്നോപ്പാ? നിങ്ങൾ എവിടെ കിടന്നു? നിങ്ങളും പാർശ്വം വിശ്വാസമെല്ലാം അവിടെ കിടന്നു. നിങ്ങൾക്ക് എത്ര സഭയുണ്ട്? ഞങ്ങൾക്ക് 880 സഭ. ആ 880 സഭ ഇവിടെ കിടന്നു. ഞങ്ങൾ പോവാം. പോണ്ടേ? ഞങ്ങൾ പോവാ. ഈ ദുഷ്ടമൃഗത്തിന് സഭയെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഏൽപ്പിച്ചു കൊടുക്കത്തില്ല എന്നുള്ള ഒറ്റ കാര്യം ഞാൻ പറയാം. എൻ്റെ ഹൃദയത്തിൽ വന്നത്, യേശു കർത്താവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട സഭയെ തൊടാൻ പിശാചിന് അനുവാദമില്ല. യെസ്, അധികാരത്തോടെ ഞാൻ പറയുക, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമ സഭയെ തൊടാൻ, അവരെ പീഡിപ്പിക്കാൻ പിശാചിന് അനുവാദമില്ല. പിന്നെ ആർക്കാ ഉള്ള അനുവാദം? കർത്താവിന്. അവരെ ബാലശിക്ഷ കൊണ്ട് ശുദ്ധീകരിക്കും. എനിക്ക് ബാലശിക്ഷ തന്നിട്ടുണ്ട്, ഇപ്പോഴും തരുന്നുണ്ട്. നിങ്ങൾക്കും ബാലശിക്ഷ കിട്ടും. അതൊക്കെ ചിലതാണ് ഇപ്പൊ ഈ അനുഭവിക്കുന്നത്. ശുദ്ധീകരിച്ചെടുക്കാനാന്നേ. എടാ, ഈ വെള്ളിയും പൊന്നും അത് അതിന്റെ നല്ല ക്വാളിറ്റി ആയിട്ട് വെളിയിൽ വരണമെങ്കിൽ കീടം മാറണം. കീടം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? തീച്ചൂളയിൽ കിടണം. ഇട്ടിട്ട് ആ കീടം മാറുള്ളൂ. കീടം മാറി നല്ല ശുദ്ധമായ പൊന്ന് വെളി വന്നു കഴിഞ്ഞാൽ അതിനെ തട്ടാൻ എടുത്തിട്ട് എന്ത് ചെയ്യും? തട്ടാന്റെ ഹൃദയത്തിൽ, കർത്താവിന്റെ ഹൃദയത്തിൽ ഒരു ഡിസൈൻ കിടപ്പുണ്ട്, ശ്രീനിവാസൻ ബ്രദർ. ആ ഡിസൈൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ പൊന്നിനെ ഇട്ടടിക്കും. അടിച്ച് കുറെ അടിച്ചതിന് ശേഷം എടുത്തിട്ട് എന്ത് ചെയ്യും? ഒക്കെ ഒന്നുകൂടി ഉരുകി വരും, വഴിയെടുത്ത് പിന്നെ അടിക്കും. അതാണ് ദൈവം നമ്മെ ശുദ്ധീകരിച്ചെടുക്കുന്ന മേഖല. ലോകമെമ്പാടും ചെതറിപ്പോയ യഹൂദനെ യെരുശലേമിൽ എന്ന തീച്ചൂളയിലിട്ട് ശുദ്ധീകരിച്ച് അവർ കുത്യവങ്കിലേക്ക് നോക്കുവാൻ ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ജനത്തെ ഇസ്രായേലിനെതിരെ ഉണർത്തിക്കൊണ്ടുവന്ന ഒരു വിചിത്രമായ സംഭവം പറയാം. റഷ്യക്ക് ഇസ്രായേലിലൂടെ യുദ്ധം ചെയ്യാനായിട്ട് താല്പര്യമൊന്നുമില്ല. പക്ഷെ പ്രവാചകൻ പറയുന്നത് അവന്റെ ഇവിടെ താടിയല്ലിൽ എന്ത് ചെയ്യും? കൊളുത്തിയിട്ട് എന്ത് ചെയ്യും? വലിച്ചോണ്ട് ഇസ്രായേലിനെതിരെ കൊണ്ടുപോകും. യുദ്ധം ചെയ്യിപ്പിക്കാൻ കർത്താവ് ചെയ്യുന്ന. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഇവിടെയുള്ള അറബ് രാജ്യങ്ങൾക്കൊന്നും അതിനുള്ള ശക്തിയോ അതിനുള്ള മനസ്സോ അതിനുള്ള കഴിവോ അതിനുള്ള പവറോ അവർക്കില്ല. ഇറാനാണ് സൂപ്പർ പവർ എന്ന് പറയുന്നുണ്ട്. മുട്ടിടിക്കും, മൂത്രം ഒഴിക്കും ലോഹയിൽ കൂടി. ഇപ്പൊ ഒഴിച്ചുകൊണ്ടിരിക്കുക കിടന്ന്. മനസ്സിലായോ? അതുകൊണ്ടാണ് റഷ്യയെ കൂട്ടുപിടിക്കുന്നത്. റഷ്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സൂപ്പർ പവറാണ്. അമേരിക്കയെ പോലും കീഴ്പ്പെടുത്താൻ അവരുടെ കയ്യിൽ എക്വിപ്മെന്റ്സ് ഉണ്ട്. ഞാനതിനെ കുറിച്ച് അല്പം പഠിച്ചുകൊണ്ട് പറയുക. അതുപോലെ യുദ്ധോപകരണങ്ങളുടെ ഒരു വലിയ കലവറയാണ് റഷ്യ. അപ്പൊ ആ റഷ്യയെ കൂട്ടുപിടിച്ച് അവർ വരുന്നു യുദ്ധം ചെയ്യാൻ. യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുന്നു. തോൽച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ കുത്തിയവരിലേക്കുന്നു. അതുപോലെ ഞാൻ ആ വിഷയം വിടുക. നമ്മളെ പരിശോധനയിലൂടെ കടത്തിവിടുന്ന എന്തിനാ സഹോദര? പോലെ പുറത്തു വിടുക. ആ സ്വർണത്തെയാണ് തട്ടാനെടുത്ത് അടിച്ചുരുട്ടി തന്റെ ഹൃദയത്തിലെ ഡിസൈൻ പ്രകാരം ശ്രീനിവാസൻ ബ്രദറായി, സാംബോൾ പാസ്റ്ററായി, ചാപ്കോസ് പാസ്റ്ററായി, ശ്രീനിവാസൻ പാസ്റ്ററായി കഴിഞ്ഞപ്പോ തന്നെ ഞാൻ രൂപപ്പെടുത്തിയെടുക്കുന്നു. മനസ്സിലായോ? അതിന് ശോധനകളുണ്ട്. അതിനനുഭവിച്ച ശോധനകളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചത്. ഇപ്പോഴും കുറെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുടങ്കാലിരുന്ന് പ്രാർത്ഥിക്ക്, ഇരുന്ന് നിലവിളിക്ക്, കരയ്. ദൈവസഭയെ നടത്തുവാൻ വേണ്ടുന്ന ഉപദേശങ്ങൾ, ആത്മശക്തി, ദൈവകൃപ, കൃപാവരം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ദൈവം ചൊരിയും. അങ്ങനെ ചൊരിഞ്ഞു കഴിയുമ്പോൾ ദൈവം നിങ്ങളെ അതിനായിട്ട് ഉപയോഗിക്കും. അതിനായിട്ട് ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവസഭയെ നടത്തുവാൻ എല്ലാ കൃപകളും വരങ്ങളും അനുഗ്രഹങ്ങളും കൊടുത്ത് ദാസനെ ഉപയോഗിക്കണമേ കർത്താവേ. അതിനായി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്പനിയോഗം വരുമ്പോൾ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഞാൻ ചെയ്യാറുണ്ട്.
താവേ സ്തോത്രം സ്തോത്രം. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഇവിടെ എന്താ സംഭവിച്ചത്? രാജാവ് കണ്ട ബിംബം ബാബിലോൺ, മേധ്യ, പാസ്യ, മേധ്യ, പെർഷ്യ, ഗ്രീസ്, റോം, 4 സാമ്രാജ്യം. അവരുടെ രാജാക്കന്മാരുടെ അവരുടെ കാലഘട്ടങ്ങളൊക്കെ എനിക്കറിയാം. ഞാനതൊന്നും പറയാൻ താല്പര്യപ്പെടുന്നു. അലയിലൊന്നും അർത്ഥമില്ല, അത് പഠിച്ചിട്ട് ഒരു ഗുണവുമില്ല. പ്രയോജനമുള്ളത് നമുക്ക് കിട്ടിയാൽ മതി. ലോകത്തിന്റെ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ തകർക്കപ്പെടും യേശുക്രിസ്തുവിലൂടെ എന്ന് നിങ്ങൾ ഗ്രഹിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും ഗ്രഹിക്കണ്ട. മനുഷ്യന്റെ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ ദൈവം തച്ചുടയ്ക്കും എന്ന് നമ്മൾ പഠിച്ചാൽ മതി. ആര് പഠിച്ചാൽ? ഇപ്പൊ സർവേ നടത്തി പിണറായിയുടെ ഭരണത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഇതുപോലൊരു നാറിയ ഭരണം ഭാരത മക്കൾ, കേരള മക്കൾ കണ്ടിട്ടില്ല. വേറൊരു കുട്ടി പറയുന്നു നല്ല ഭരണമാണ്, കുഴപ്പമൊന്നുമില്ല. പുള്ളി കട്ടുപിടിച്ചെടുക്കുന്നതിന്റെ കുറച്ച് അവർക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നല്ല ഭരണം. ഏത് പുള്ളി കട്ടെടുക്കുന്നതിന്റെ കുറെ നെക്കാപ്പിച്ച ഞാൻ കിട്ടുന്നുണ്ടോ, നല്ല ഭരണം. ചിലർ പറയുന്നത് കട്ടുപിടിക്കുന്നതിന്റെ ഒന്നും ഞാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് നല്ല ഭരണമില്ല. പെന്തക്കോസ്തുകാർ പറയുന്നു RSSകാർ ഞങ്ങളെ കയറി അടിക്കുമ്പോൾ ഞങ്ങൾക്ക് ദൈവം ഒന്നും തുണയില്ല, പിണറായി ആണ് തുണ, അതുകൊണ്ട് നല്ല ഭരണം. എന്ത് വളിപ്പത്തരമായി പറയണേ. ദൈവസഭയെ ഉപദ്രവിക്കുമ്പോൾ ദൈവമല്ലേ നമുക്ക് തുണ തരേണ്ടത്? പിണറായിയെ കൂട്ടുപിടിക്കുക. പിണറായി വന്ന് പെന്തക്കോസ്തുകാരെ പ്രസംഗിച്ചപ്പോൾ വലിയ ആത്മനിറം ഉണ്ടായി. ഏത് ആത്മാവാണെന്നാ? ഉട്ട പിശാചിന്റെ ആത്മാവ് അവിടെ വെളിപ്പെട്ടത്. അല്ല എന്താ? പിണറായി പറഞ്ഞു ന്യൂനപക്ഷങ്ങളെ ഞാൻ സംരക്ഷിക്കും, ഞങ്ങൾ സംരക്ഷിക്കും, ഹല്ലേലൂയ സ്തോത്രം. ഭയങ്കര ആത്മനിറവ്, അന്യഭാഷ. ഇതെല്ലാം പിശാചിന്റെ അന്യഭാഷയാണ് സഹോദരങ്ങളെ. ഇതൊന്നും ഞാൻ അംഗീകരിക്കും. ഞാനെന്നല്ല ഒരു ദൈവദാസനും അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് സംരക്ഷണം തരേണ്ട കർത്താവാണ്. അപ്പോസ്തലന്മാർ 11 പേരും രക്തസാക്ഷികളായി. എന്താ സംരക്ഷണം കൊടുക്കാത്തത്? എന്താ കൊടുക്കാത്ത? പറ, എന്താ കൊടുക്കാത്ത? അവർ ദൈവത്തിന്റെ ദാസന്മാരല്ലേ? പൗലോസ് ദൈവവചനമല്ലേ പ്രസംഗിച്ചത്? എന്താ പൗലോസിന്റെ തലയും കൊണ്ട് റോമൻ സാമ്രാജ്യം പോയത്? അതെ, പൗലോസിന് ബഹുമാനം ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് ദൈവം പദ്ധതിയിട്ടു. അതുകൊണ്ടാണ് രക്തസാക്ഷി ആയത്. ഒരു രക്തസാക്ഷി അത് വില കുറഞ്ഞതല്ല. വലിയ പദവികളോടുകൂടി നമുക്ക് സ്വർഗത്ത് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. നമുക്കൊക്കെ ഒരു പൂനാണി ഇല്ലാതെ അവിടെ ചിരിക്കുമ്പോ ഈ രക്തസാക്ഷികളായവർ കിരീടങ്ങൾ, തങ്ക കിരീടങ്ങൾ അണിഞ്ഞ് അവർ ദൈവത്തിൽ സന്തോഷിക്കുന്നത് നമുക്ക് അവിടെ ചെന്നാൽ നമുക്ക് കാണാം. അതിനുവേണ്ടി ഞാൻ കിടന്ന് ഓടുന്നത്. അങ്ങോട്ട് ചെല്ലണം. ഒരു കിരീടം കിട്ടിയില്ലേലും അവിടെ ചെല്ലണം, സ്വർഗത്ത് ചെല്ലണം. കാഹളം ധ്വനിക്കുമ്പോൾ രൂപാന്തരം കിട്ടണം, അല്ലെങ്കിൽ ഉയർപ്പ് കിട്ടണം. ഇത് രണ്ടിലൊന്നാണ് എന്റെ വിഷയം. അതിനുവേണ്ടി ഓട സഹോദരൻ. ഈ ലോകത്തിൻ്റെതൊന്നും നമുക്ക് ശാശ്വതം. ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്നപ്പോഴും ആശ്വസിക്കും. ആ ഭാഗ്യകാനാൻ കാണും വരെ കാത്തിടേ. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദം ഈ ഭൂവിൽ വാസം. ആ എത്ര മോദം പാർത്തലത്തെ ജീവിക്കുന്ന. ആ എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും ഞാൻ. വീണ്ടും വരാമെന്നുരച്ച നാഥ, നോക്കി നോക്കി കണ്കൾ മങ്ങിടുന്നു. എപ്പോൾ വരുമോ പ്രാണനാഥ കണ്ടിടുവാൻ. പാടിയാൽ ഇങ്ങനെ പാടിക്കോണ്ടിരിക്കും. കാരണം ഞാനൊരു പാട്ടുകാരനാണ്, ഒരു കുഞ്ഞു പാട്ടുകാരൻ, നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് പാട്ടല്ല നമുക്ക് വിഷയം, ദൈവവചനമാണ്. ഹല്ലേലൂയ. രാജാവ് കണ്ട ദർശനം. ലോകത്തെ ഭരിക്കുന്ന ഭരണാധിപന്മാർ എഴുന്നേറ്റ് വരും, കരുത്തന്മാർ, ശക്തന്മാർ. എന്നാൽ ഈ ലോകത്തെ ഭരിക്കേണ്ടത് അവരല്ല. അവരെ മുഴുവൻ തച്ചുടച്ച് എന്റെ പുത്രൻ ഈ ഭൂമിയെ ഭരിക്കും.
എന്റെ പുത്രൻ ഈ ഭൂമിയെ ഭരിക്കാൻ വന്നപ്പോൾ അവരെല്ലാരും കൂടി പിടിച്ച് അവനെ ക്രൂശിച്ചു. ആ ക്രൂശിച്ച അതേ പുത്രൻ തന്നെ 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയെ ഭരിച്ചിട്ട് മാത്രമേ അവന്റെ ശുശ്രൂഷ തികയുള്ളൂ. മനസ്സിലായോ? കർത്താവിന്റെ ശുശ്രൂഷ തികച്ചതിന് ശേഷം നിങ്ങൾ ആ മർമ്മം കേട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ അത് ഗ്രഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ ആ 1-ാം ലേഖനം അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളെ വായിക്കും. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തർ താൻ താന്റെ നിലയിലെത്തി. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന്, ഈ വാക്യം ശ്രദ്ധിക്കണേ, അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തിൽ അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാണ്. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോയിട്ട് സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ട് വന്ന ശേഷം എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയെന്ന് സ്പഷ്ടം. എന്നാൽ സകലവും അവന് കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താൻ സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഈ വചനത്തിന്റെ മർമ്മം ഇതാണ്. സകല ഭരണകർത്താക്കളെയും കീഴ്പ്പെടുത്തി 1000 ആണ്ട് വാഴ്ച ഈ ഭൂമി ഭരിച്ചതിന് ശേഷം പുത്രനായ ക്രിസ്തു പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. പിന്നെ ഒരൊറ്റ ദൈവമേ കാണും. സെഖര്യാപ്രവചനം 14:9 യോഹന്നാൻ 10:16 പടയിൽ നിന്ന് വായിച്ചു. സെഖര്യാവ് 14:9 യോഹന്നാൻ 10:16. അത് വേണമെങ്കിൽ ഞാൻ വായിക്കാം. യോഹന്നാൻ 10:6 ഞാൻ വായിച്ചോളാം. സെഖര്യാവ് 14:9 നിങ്ങൾ വായിച്ചു. യോഹന്നാൻ 10:16 ഞാൻ വായിക്കാം. ഇവിടെ യേശുക്രിസ്തു പിതാവിന് കീഴ്പ്പെട്ടിരുന്നതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ഒരു വചനഭാഗമാണ്. ഇതധികം വേദപണ്ഡിതന്മാരൊന്നും ഇത് അങ്ങനെ പറയാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. 10:16 എന്താ എഴുതിയിരിക്കുന്നത്? സെഖര്യാവ് 14:9 യോഹന്നാൻ 10:16 യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായി. അതാണ് ദൈവം ഏകത്വത്തിലേക്ക് പോവുകയാണ്. എന്തിനാണ് ദൈവം ഏകത്വം മാറി തൃത്വത്തിലേക്ക് വന്നത്? ലോകത്തെ വീണ്ടെടുക്കുവാന്ന ശുശ്രൂഷയാണ് പുത്രന് കൊടുത്തത്. ലോകത്തെ വീണ്ടെടുത്ത് പുത്രൻ പിതാവിന്റെ കയ്യിൽ കൊണ്ട് സമർപ്പിച്ച് 1000 ആണ്ട് അവരെ ഭരിച്ച് കഴിഞ്ഞതിന് ശേഷം പിതാവിന് കീഴ്പ്പെട്ടിരിക്കും എന്ന് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 10:16 ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും ആണ്. ഈ തൊഴുത്തിൽ വേർപ്പെടാത്ത ആടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാണ്. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും. പിതാവിന്റെ സന്നിധിയിൽ പുത്രൻ കീഴ്പ്പെട്ടിരിക്കുന്ന അനുഭവം, ദൈവം ഏകത്വത്തിലേക്ക് ആകുന്ന അനുഭവം, ഇത് പൗലോസ് വെളിപ്പെടുത്തിയ ഒരു ഗ്രേറ്റ് മിസ്റ്ററിയാണ്, ഒരു മർമ്മമാണ്. അത് ആ നിലയിൽ പഠിക്കണം. ഇതിനെ വിമർശിച്ച് ഇതിനെ വികൃതമാക്കി പലരുമൊക്കെ പറയുന്നുണ്ടാകാം, എനിക്കറിയത്തില്ല. ഞാനിത് വിശ്വസിക്കുന്നു. ഈ തിരുവെടുത്ത് ഞാൻ വിശ്വസിക്കുന്നു. പുത്രൻ തന്റെ ശുശ്രൂഷ തികച്ച ശേഷം പിതാവിനെ കീഴ്പ്പെട്ടു.
1000 ആണ്ട് വാഴ്ച ഭൂമിയെ ഭരിച്ചതിന് ശേഷം പിതാവിന് കീഴ്പ്പെട്ടു. പിതാവ് സൃഷ്ടാവെന്നുള്ള നിലയിൽ പിതാവ് ദൈവത്തെ പഠിപ്പിക്കുന്നു. പുത്രൻ വീണ്ടെടുപ്പുകാരൻ, റിഡംഷൻ, വീണ്ടെടുപ്പുകാരൻ, വീണ്ടുപോയ മനുഷ്യനെ വീണ്ടെടുക്കുക. പരിശുദ്ധാത്മാവ് നടത്തുന്നവൻ, കാര്യസ്ഥൻ. ഇന്ന് പരിശുദ്ധാത്മാവ് സഭയെ നടത്തിക്കൊണ്ടിരിക്കുക. 2 തെസ്സലോനിക്കർ 2 പറയുന്നത് എന്താ? തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രമാണ്, പിശാച് ഇടിച്ചു കയറി. മുല്ലപ്പെരിയാറ് പൊട്ടി വരുന്നത് പോലെ പൊട്ടി വരും പിശാച് ഈ ഭൂമിയെ ഭരിക്കാൻ. അന്ന് ഇവിടെ പേര് പെട്ടെന്ന് മറന്നുപോയാണ്. ശ്രീനിവാസൻ ബ്രദറും ഞാനും ഇവിടെ കാണാൻ പാടില്ല. യേശുക്രിസ്തുവിന്റെ ഭരണം വരുമ്പോൾ നമ്മളിവിടെ കാണരുത്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അവന്റെ കൂടെ കുറച്ച് താമസിച്ചോ, ഒരു കുഴപ്പമില്ല. അങ്ങനെ പ്രസംഗിക്കുന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അവരൊക്കെ ഇവിടെ കിടന്നോ. ഞങ്ങൾക്ക് അവന്റെ ഭരണത്തിൽ ഇവിടെ സ്ഥാനമില്ല. ഞങ്ങളിവിടെ കാണത്തില്ല, ഞങ്ങളിവിടെ താമസിക്കും. നിങ്ങളിവിടെ കിടന്ന് അവൻ തരുന്ന ചാപ്പാടും പോത്തിറച്ചിയും പിന്നെ ആട്ടിറച്ചിയും പിന്നെ വീഞ്ഞും ഒക്കെ കുടിച്ച് സൂഹിച്ച് ഇവിടെ കിടന്നു. നിങ്ങളെ കശാപ്പ് ചെയ്യുവോ? കൈവിടപ്പെട്ടു പോയി ക്രിസ്ത്യാനിയെ തെരഞ്ഞു പിടിച്ച് കശാപ്പ് ചെയ്യുവോ? അവൻ എതിർ ക്രിസ്തുവാ, ക്രിസ്തുവിനെതിരായിട്ട് നിൽക്കുന്ന ഉട്ട പിശാചാണവൻ. ഈ വെളിപ്പാട് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. വേലയും കൂലിയും വിട്ടു വന്നപ്പോൾ ഞാനിത് പഠിക്കാൻ ദൈവത്തിന് ഇരുന്നു, ആത്മാവിൽ പഠിച്ചു. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേറ്റ് 2-3 ഗ്ലാസ് കുടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. പാല് കുടിച്ചത്, വചനമെന്ന മായമില്ലാത്ത പാല്. അതായിരുന്നു ഈ പ്രസംഗിക്കുന്നത്. പാകല ഭരണ സംവിധാനങ്ങളെയും ദൈവപുത്രൻ തകർക്കാൻ പോകും. അതാണ് കൈവിടാതെ പറഞ്ഞു വരുന്ന കല്ലെന്നുള്ള ആ സന്ദേശം. ഇന്ന് ദൈവമക്കൾ മനസ്സിലായി. എൻ്റെ മെസ്സേജ് നിർത്താൻ താല്പര്യം 3-4 മിനിറ്റ് കൂടിയുള്ളൂ. അതിന് കഴിയുമ്പോൾ നിർത്താൻ പോകുക. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ. ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല, അലിയേറുകയില്ല. മനുഷ്യനെ ഭരിക്കാൻ പിണറായിയും, മനുഷ്യനെ ഭരിക്കാൻ ഉമ്മൻചാണ്ടിയും, മനുഷ്യനെ ഭരിക്കാൻ അച്യുതാനന്ദനും ആര് ഭരിച്ചാലും നടക്കില്ല. BJPയോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ 2020യോ ഏത് ഭരണകർത്താക്കൾ വന്നാലും അവരുടെ കീശ നിറയുമെന്നുള്ളതല്ലാതെ ജനത്തിനൊരു ഗുണവും കാണും. ജനത്തിന്റെ ചുങ്കപ്പണം കൊണ്ട് അവർ കോടീശ്വരന്മാരായി അവർ സൂഹിക്കും. നമ്മളെല്ലാം പാപം പട്ടിണികളായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, അവങ്കിലേക്ക് നോക്കി ഒരു പ്രകാശിതരായി അവരുടെ മുന്നിൽ ലജ്ജിച്ചു പോയി. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ. നീതിമാന്റെ സന്തതി അപ്പം വിലക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. കഞ്ഞിയാണെങ്കിലും കുടിച്ച് സമാധാനത്തോടെ കിടക്കാനുള്ള ഒരു മനസ്സ് കർത്താവ് തന്നിട്ടുണ്ട് സഹോദര. എനിക്ക് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കോഴിക്കാലും പോത്തിറച്ചിയും ആട്ടിറച്ചിയൊക്കെ തിന്നുന്നവർ തിന്നോട്ടെ. തിന്ന് അവരുടെ കാശ് മുഴുവൻ ആസ്പത്രിക്കാർ കൊണ്ട് തിന്നുക. കുറെ പ്രായമൊക്കെ കഴിയുമ്പോൾ സസ്യബുക്കിലേക്ക് മടങ്ങുന്നതാണ് ഭംഗിയെന്ന് എനിക്കും തോന്നുന്നു. വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി കഴിച്ചോ കുഴപ്പമില്ല. അത് മാത്രം തിന്ന് ജീവിച്ചവരായിരുന്നു ഞങ്ങൾ. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് ജീവിക്കാനുള്ള ആഹാരം എന്തെങ്കിലും കഴിക്കാം. അത് കഴിച്ചിട്ട് ഈ മായമില്ലാത്ത പാല് ഇഷ്ടംപോലെ കുടിച്ചങ്ങ് വളർന്ന് സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി കർത്താവ് നമ്മെ തീർക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗസ്നായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറൊരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാണ്. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സ്പഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. ഒരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനോട്, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാധിദൈവവും രാജാതിരാജാവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനെ മഹാനാക്കി അനേകം
അവൻ അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനുമാക്കി വെച്ചു. ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്രഗോമിനെയും ബാബേൽ സംസ്ഥാനത്തിലെ കാരാദികൾക്ക് മേൽ വിചാരകനാക്കി. ദാനിയേലോ രാജാവിന്റെ കോവിലിനകത്ത് പാർത്തു. സംഭവം മനസ്സിലായല്ലോ. ലോകത്തുള്ള ഭരണ സംവിധാനങ്ങളെ മുഴുവൻ തകർക്കാൻ പോകും. രാജഭരണത്തെയും സ്വേച്ഛാധിഭരണത്തെയും ഈ കാണുന്ന നീചന്മാരുടെ സകല ഭരണ സംവിധാനങ്ങളെയും കൈതൊടാതെ പറഞ്ഞു വരുന്ന കൈതൊടാതെ പറഞ്ഞു വരുന്നതിന് അർത്ഥമുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനം സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള ജനനം, ആരുടെ ബന്ധവും പരിശുദ്ധാത്മാവിനാൽ മറിയയിൽ ഉത്പാദിതമായി എന്നാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന സാത്താന്റെ സന്തതികളെ വിട്ടൊഴിഞ്ഞു. മനുഷ്യൻ ദൈവമായി തീർന്നു. God was manifest in flesh. ദൈവം മനുഷ്യനായി. അതാണ് യേശുക്രിസ്തു. തന്റെ ദൗത്യം തികച്ചതിന് ശേഷം പിതാവിന് കീഴ്പ്പെട്ട് പിതാവിലേക്ക് ലയിക്കുമെന്നാണ് നല്ല വേദപണ്ഡിതന്മാരുടെ ഞാൻ വിശ്വസിക്കുന്നത്. ഒരിടയനും ഒരു കൂട്ടം പുതിയ ആകാശം പുതിയ ഭൂമി പുതുപുത്ത പരിശുദ്ധാത്മാവില്ല. എന്തിന് ദൈവം പുത്രനായി വന്നു? വീണ്ടെടുക്കുക. എന്തിന് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നു? നമ്മളെ നടത്തുക, നമ്മളെ കാര്യസ്ഥനായിട്ട് നടത്തുക. കഴിവില്ലാത്ത കെൽപ്പില്ലാത്ത നമ്മെ ആത്മാവ് നടത്തുക. മനോഹരം. കണ്ടെത്താൻ പ്രാർത്ഥിക്കുക. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ ഭരണം ദൈവസഭ മാറ്റപ്പെട്ട് 7 വർഷത്തെ മഹോദരകാലം കഴിഞ്ഞിട്ട് ഈ ഭൂമിയിൽ സ്ഥാപിതമാകാൻ പോകും. സാധുക്കളാകുന്ന ഞങ്ങളുടെ പ്രത്യാശ അങ്ങ് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ നമ്മോടൊപ്പമായിരിക്കാം. ജാതികളെ ദൈവസഭ ഭരിക്കും, ദൂതന്മാരെ ഭരിക്കും. ഇന്ന് കോടതിയും കേസും ആയിട്ട് നടക്കുന്ന ഭക്തന്മാരെ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ ഭരണസീമയിലായിരിക്കുവാൻ കർത്താവേ കരുണ ചെയ്യും. ഈ മർമ്മം മനസ്സിലാക്കിയത് കൊണ്ട് കർത്താവിന്റെ ഭരണത്തിന് വേണ്ടി ആർത്തിയോടെ കാത്തിരിപ്പാൻ ഞങ്ങളുടെ ദാസനെയും അടിയനെയും കർത്താവ് സഹായിക്കും. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കും. പ്രാർത്ഥനയായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. മുഴുമഹത്വവും കർത്താവ് യേശു നാം പ്രവേശിക്കുന്നു. കണ്ണോട് കേൾക്കണം. നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.